യേശുവിൻ്റെ ശിഷ്യയായ മഗ്ദലന മറിയത്തിൻ്റെ പേരിൽ അപൂർവം പള്ളികളെ നമ്മുടെ രാജ്യത്തുള്ളൂ. അതിൽ കേരളത്തിൽ ആദ്യത്തെ പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? എറണാകുളം മരടില വിശുദ്ധ മേരി മഗ്ദലിൻ ലത്തീൻ കത്തോലിക്ക പള്ളി. ദേവദാസനായ ജോർജ് വാക്കയിൽ അച്ഛൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന ഇടം എന്ന നിലയിലും പ്രശസ്തമാണ് മഗ്ദലന മറിയം പള്ളി. അപ്പം അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കൈത്തൊഴാം സെഗ്മെന്റ്. യേശു അവളെ വിളിച്ചു മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന ഹെബ്രായ ഭാഷയിൽ ഗുരു എന്നർത്ഥം വിളിച്ചു. യേശു പറഞ്ഞു, നീ എൻ്റെ സഹോദരന്മാരെ അടുത്ത് ചെന്ന് അവരോട്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. മഗ്ദലേന മറിയം ചെന്ന്, ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരെ അറിയിച്ചു. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് യേശുക്രിസ്തു ആദ്യം അറിയിക്കുന്നത് മഗ്ദലന മറിയത്തെയാണ്. യേശുവിന്റെ വിശ്വസ്തയും അനുയായിയുമായ മഗ്ദലന മറിയത്തെ. മഗ്ദലന മറിയത്തിന്റെ പേരിൽ കേരളത്തിൽ നിലവിലുള്ളതിൽ ആദ്യത്തെ പള്ളിയാണ് മരടിലുള്ള വിശുദ്ധ മേരി മഗ്ദലിൻ ലത്തീൻ കത്തോലിക്ക പള്ളി എന്ന മൂത്തേടം പള്ളി. മൂത്തേടത്ത് നിന്ന് മൂത്തേടത്തെ കാരണവന്മാരാണ് ഈ ദേവാലയത്തിലേക്ക് അല്ലെങ്കിൽ ഈ പ്രദേശത്തേക്ക്, മരട് പ്രദേശത്തേക്ക് ആദ്യമായിട്ട് വരുന്നത്. അവരൊരു കുരിശും കൊണ്ടാണ് വരുന്നത്. ആ കുരിശ് അവർക്ക് പോർച്ചുഗീസ് നാവികരിൽ നിന്ന് കിട്ടിയതാണ് എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ കുരിശുമായി വന്ന് അവരൊരു കുരിശു പള്ളി പോലെ ഇവിടെ സ്ഥാപിച്ചു. ഇവിടുത്തെ ജനങ്ങൾക്ക് അതൊരു ആശ്രയ കേന്ദ്രമായി. പള്ളിയിൽ യേശുവിൻ്റെയും മാതാവിൻ്റെയും രൂപങ്ങൾക്ക് മധ്യത്തിലായാണ് മഗ്ദലന മറിയത്തിന്റെ സ്ഥാനം. സർവാഭരണ വിഭൂഷിതയാണ് രൂപം. രൂപക്കൂടിന് മുൻപിൽ മഗ്ദലന മറിയത്തെ യേശു വിശേഷിപ്പിച്ച മറിയമെന്നും മഗ്ദലന മറിയം യേശുവിനെ വിശേഷിപ്പിച്ച റബ്ബോനി എന്ന വാക്കും എഴുതിയിരിക്കുന്നു. ടൂമ്പിന് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്ന മേരിയെ ഈശോ വിളിക്കുന്നത് മറിയം എന്ന് വിളിച്ചുകൊണ്ട്, അപ്പോഴാണ് ഈശോയാണ് എന്ന് അവൾ തിരിച്ചറിയുന്നത്. അങ്ങനെ ഈശോയാണെന്ന് തിരിച്ചറിഞ്ഞ് അവൾ റബ്ബോനി എന്ന് തിരിച്ച് വിളിക്കുകയാണ്. ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ മറിയം റബ്ബോനി എല്ലായിടത്തും കാണാം. വ്യത്യസ്തമായ വാസ്തുശൈലിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഉൾഭാഗം കുരിശാകൃതിയിലാണ്. ഇത്ര വലിയ പള്ളിയാണെങ്കിലും ഒരു ഭാഗത്ത് പോലും പള്ളിക്ക് ജനലുകളില്ല. വിശുദ്ധ മേരി മാഗ്ദലിൻ്റെ പേരിലുള്ള ഈ ദേവാലയം, ഈ പുതിയ ദേവാലയം പണിയുന്നത് 1948 അന്ന് മൂഞ്ഞപ്പള്ളി അച്ഛൻ്റെ ഡിസൈനിലാണ് ഈ ദേവാലയം പണിയുക. അതുകൊണ്ട് തന്നെ ഒറ്റൊരു ഫസാദ്, അതിൻ്റെ മുഖപ്പ് വളരെ ഉയരത്തിലുള്ള ഒരു മുഖപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് വലിയൊരു അത്ഭുതമായിരുന്നു ഇത്. അൾത്താരയുടെ സമീപത്തായി സ്ഥാപിച്ചിരിക്കുന്ന വലിയ ബൈബിൾ ആരുടെയും ശ്രദ്ധയാകർഷിക്കും. ഇടവകയിലെ 1250 പേർ ഒരുമിച്ചിരുന്ന കൈപ്പടയിലാണ് ഈ ബൈബിൾ പൂർത്തിയാക്കിയത്. അതും വെറും 1 മണിക്കൂർ മാത്രം എടുത്ത്. ദൈവദാസനായ വാകയിലച്ചൻ സേവനമനുഷ്ഠിച്ചതും ഇവിടെയാണ്. 1931 നവംബർ 4 വാകയിലച്ചൻ മരിക്കുന്നതും ഇവിടെ വെച്ചാണ്. പള്ളിയുടെ കുറച്ചു മാറിയുള്ള സെമിത്തേരിക്കുള്ളിലാണ് വാകയിലച്ചന്റെ കല്ലറ. ആയിരത്തി 1922 പുണ്യശ്ലോകനായിട്ടുള്ള വാകയിലച്ചൻ, അച്ചൻപുണ്യാളൻ എന്ന് ജനങ്ങൾ എല്ലാവരും വിളിക്കുന്ന ദൈവദാസനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ജോർജ് വാകയിൽ ഇവിടെ വികാരിയായിട്ട് വരുന്നത്. അദ്ദേഹം 9 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. 1922 മുതൽ 31 വരെ. 31 നവംബർ 4 അദ്ദേഹം മരിക്കുന്നത്. പള്ളിയുടെ അരികിൽ സ്ഥിതി ചെയ്യുന്ന സ്തൂപത്തിൽ 3 മണികളുണ്ട്. ഇതിന്റെ താഴെ ഉയിർപ്പിന് ശേഷം യേശുവും മഗ്ദലന മറിയവും തമ്മിലുള്ള കൂടിക്കാഴ്ച അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഈസ്റ്റർ കഴിഞ്ഞുള്ള 2ാമത്തെ ഞായറാഴ്ചയാണ് മൂത്തേടം പള്ളിയിൽ മഗ്ദലന മറിയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. പക്ഷേ എല്ലാ വർഷവും വാകയിലച്ചന്റെ സ്മരണാഘോഷങ്ങളും പദയാത്രയും ഇവിടെ നടക്കാറുണ്ട്. ക്യാമറാമാൻ വിഷ്ണു എസ് ആനന്ദിനൊപ്പം സൈഫുനിസാലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.